ടയറിന്റെയും മറ്റേ അതേപോലെ തന്നെ റോഡിന്റെ ഇടയിൽ വെള്ളത്തിന്റെ ഒരു ലെയർ വരുമ്പോ നമുക്ക് ആവശ്യമുള്ള ബ്രേക്കിംഗ് ഫോഴ്സ് ഉണ്ടായാലും അത് വരാതെ സ്കിഡ് ചെയ്ത് പോകും. അപ്പൊ നമ്മള് ടൈൽസിന്റെ ഇടയിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കാലിന് ഗ്രിപ്പ് പോവില്ലേ, അതേപോലെ ഈ മഴ അവിടെ ചാറ്റൽ മഴ ഉള്ള സമയത്ത് വണ്ടി സ്പീഡായിട്ട് വന്ന് നെഗോഷിയേറ്റ് ചെയ്താല് ഈ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മള് അത് കുറയും വെള്ളം വരുമ്പോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ലെയർ ഉണ്ടാവും, ആ പ്രതിഭാസമാണ് പറയുന്നത്. സർ, ഇത് ഈ റോഡിന്റെ അപാകതയാണോ അതോ അല്ലാതെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണേ? അതില് എന്താ വെച്ചിട്ട് അവിടെ സ്ലോ ഡൗൺ ചെയ്തിട്ട് വാഹനങ്ങൾ വരണം. കാരണം നമ്മുടെ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് കുറവായിരിക്കും അവിടെ. അപ്പൊ സ്പീഡായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ആവും. ഇതാ മഹാരാഷ്ട്ര വണ്ടി നല്ല സ്പീഡിൽ വന്ന് അവൻ ടേണിംഗ് നെഗോഷിയേറ്റ് ചെയ്തപ്പോ പിൻഭാഗം ചെന്ന് വന്നതാണ് അതിന് കാരണം ഉണ്ടാവും. അത് വന്ന് മറ്റേ ഇപ്പോ ഈ കുട്ടികളുടെ മേത്ത് വന്ന വണ്ടിയുടെ മുകളിൽ തട്ടി അതിൽ ലോഡ് ഉണ്ടാകുമ്പോ അത് ടിൽറ്റ് ചെയ്ത് മറിഞ്ഞതാണ് ഉണ്ടായിട്ടുള്ള സംഭവം കേട്ടോ. സാർ, അപ്പോ ഇത് ഈ സംഭവം കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ലോറി മറിഞ്ഞെന്ന് കണ്ടെത്തിയായിരുന്നോ? അല്ല, അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. നമ്മള് പ്രാഥമിക അന്വേഷണം പറഞ്ഞ ബാക്കിയുള്ളത് ഇപ്പോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഏജൻസികളും. നമുക്കൊരു കൺക്ലൂഷൻ എത്തണമെങ്കിൽ കുറച്ചുകൂടി ടൈം വരും. കാരണം ഇതിന്റെ ഉപോത്ബലകമായ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. സാർ, അപ്പൊ ഇനിയും ആ സ്ഥലത്ത് ഇങ്ങനെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോ മറ്റേ കളക്ടറും മിനിസ്റ്ററും കളക്ടറും ഇപ്പൊ മീറ്റിംഗ് വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് മുകളിൽ അത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനം അതിലെല്ലാം മറ്റേ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊരു ഡിസ്കഷൻ ചെയ്തിട്ട് അതിന് മറുപടി വരും. എന്തായിരിക്കും ചെയ്യാൻ പോവാ? അപ്പോ റോഡ് പുതുക്കി ഇനിയിപ്പോ അതിൽ നോക്കി അത് ആ മീറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് എല്ലാവരും ഡിസ്കഷന്റെ കാര്യങ്ങൾ കഴിയണല്ലോ. നമ്മുടെ BWയുടെയും പോലീസിന്റെയും റവന്യൂവിന്റെ ഒക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു പ്രതിഭാസം ഹൈഡ്രോപ്ലെയിനിങ് അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണോ അതോ? അത് പൊതുവെ നമ്മൾ ഏത് ഇതിലാണെങ്കിലും നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടില്ലല്ലോ. നമ്മൾ ഏത് സ്പീഡാണെങ്കിലും നമ്മള് ഈ പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ മഴക്കാലത്ത് കിട്ടില്ല. അത് കാരണം ഇതാണ്. അതിനാണ് ABS ബ്രേക്കിംഗ് സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ അമിത വേഗത്തിൽ വന്നിട്ട് ടേൺ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് വണ്ടി ഒന്ന് സെൻട്രിഫിക്കൽ ഫോഴ്സ് ഷിഫ്റ്റ് ചെയ്യും. കാരണം ലെഫ്റ്റ് സൈഡിലെ ടയറിന്റെ കംപ്ലീറ്റ് ഫോഴ്സും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ റൈറ്റ് സൈഡിലേക്ക് ഒരു വെയിറ്റ് ട്രാൻസ്ഫർ, ലോഡ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ ഈ സ്കിഡിങ്ങും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കൂടുതൽ വരും. അപ്പൊ അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഡ്രൈവർ മൊബൈലായിരുന്നോ മറ്റേ ആൽക്കഹോളിക് ഉണ്ടോ അതൊക്കെ മറ്റേ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടത്. എല്ലാം കൂടി കമ്പൈൻ ചെയ്തതിനു ശേഷം നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഞാൻ എന്തൊരു ആൻസർ പറഞ്ഞാലും അത് മറ്റേ അസ്ഥാനത്തായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് മീറ്റിംഗ് നടക്കാനുള്ളത് കൊണ്ട് അതിന്റെ ഫൈൻഡിങ്സ് കഴിയട്ടെ. നമസ്കാരം. കരിപ്പൂർ വിമാന ദുരന്തത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വാക്കുകളിലൊന്നാണ് ഹൈഡ്രോ പ്ലെയിനിങ് അല്ലെങ്കിൽ അക്വാ പ്ലെയിനിങ് എന്നത്. ഇതേ പ്രതിഭാസം നമ്മുടെ നിരത്തുകളിലും നടക്കാറുണ്ട്. പാലക്കാട് പനയാമ്പലത്ത് 4 കുട്ടികൾ ജീവനെടുത്ത സംഭവത്തിൽ ഹൈഡ്രോ പ്ലെയിനിങ് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിത്. അപകടത്തിൽ ലോറി ജീവനക്കാരുടെ മൊഴി വിദഗ്ധർ രേഖപ്പെടുത്തിയിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കുറവായിരുന്നെന്നാണ് RTO പറയുന്നത്. ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ്, ഓവർലോഡ് ഇല്ല, ടയറുകൾക്കും പ്രശ്നമില്ല. പക്ഷെ അധികം പഴക്കമില്ലാത്ത വണ്ടി കൂടെയാണ്. മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ IIT പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. അപ്പൊ ഇതിനിടയിലാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടം ഉണ്ടായിരിക്കുന്നത് അല്ലെ അൻസി? അതെ, തീർച്ചയായിട്ടും. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നമ്മളെ ഒന്നാകെ ഞെട്ടിച്ച ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും 4 കുട്ടികൾ അല്ലെ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് മടങ്ങിയ 4 കുട്ടികൾ. അത് വളരെയധികം ദുഃഖകരം ആണ്. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഒക്കെ ദുഃഖം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. ഇപ്പോ ഈ അപകടത്തിന്റെ കാരണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഹൈഡ്രോ പ്ലെയിനിങ്. അതിനെ പറ്റിയാണ് നമ്മളിപ്പോ കേട്ടത്. അതെന്താണ്? അതൊരു നിഗമനം മാത്രമാണ്. ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ RTO ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഹൈഡ്രോ പ്ലെയിനിങ് മാത്രമല്ല, അതൊരു കാരണമാണോ എന്ന് പരിശോധിക്കുന്നതിനൊപ്പം തന്നെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഈ എന്താണ് ഈ ലോറി ഇത്തരത്തിൽ അപകടകരമാം വിധത്തിൽ അപകടത്തിൽ പെടാൻ എന്താണ് കാരണമായതെന്ന് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഒരു അപകടത്തിന്റെ കാരണം എന്താണ്? ഇപ്പോ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ പറയുന്നത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോ ബ്രേക്ക് ചവിട്ടി, പക്ഷെ വാഹനം നിയന്ത്രിക്കാൻ സാധിച്ചില്ല
അങ്ങനെയാണ് ലോറി മറിഞ്ഞതെന്നാണ് ഡ്രൈവർ നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല റോഡിൽ തെന്നൽ ഉണ്ടായിരുന്നു, ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത്. അപകട കാരണം മറ്റൊരു ലോറി ഇടിച്ചതാണ് എന്നത് അടക്കമുള്ള ഒരു കാര്യം കൂടി പോലീസും പറയുന്നുണ്ട്. അതായത് മറ്റൊരു ലോറി വന്ന് ഇടിച്ചു, അങ്ങനെ ആ രീതിക്കും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതൊരു സിമന്റ് ലോറി ആയിരുന്നു നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. തീർച്ചയായിട്ടും അതിദുഃഖകരമായ ഒരു അപകടം തന്നെയാണ്. എന്തായാലും എന്താണ് പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് ഹൈഡ്രോ പ്ലെയിനിങ് ആയിരിക്കാം എന്ന ഒരു ഇത്. പക്ഷേ യഥാർത്ഥ കാരണം ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപകടം അതിദുഃഖകരം തന്നെയാണ്. അതിലെ ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ കുട്ടികള് ഈ പരീക്ഷ കഴിഞ്ഞ് റോഡ് സൈഡിലൂടെ പോകുന്നത്, അതൊരു കടയിലെ CCTV ദൃശ്യങ്ങളാണ് വന്നത്. അവര് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ ലോറി ഭയങ്കര സ്പീഡില് പിന്നാലെ ലോറി പോകുന്നതും കാണുന്നുണ്ട്. അപ്പൊ ആ കടയിലുള്ള രണ്ടുപേരെ CCTVയിൽ കാണാം. ഈ കുട്ടികൾ പോകുന്നു, തൊട്ട് പിന്നാലെ അപകടം സംഭവിക്കുമ്പോൾ ആ അപകടം കേട്ട് അല്ലെങ്കിൽ അത് കണ്ടതിന്റെ ആ ഒരു ഞെട്ടല് ആ കടയിൽ നിൽക്കുന്ന രണ്ടുപേർ, അതൊക്കെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോ അത്രയും ഭീകരമായ, നമുക്ക് പറഞ്ഞിങ്ങനെ അറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എത്രയും ഭീകരമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. അപ്പോ എന്തായാലും അപകടം അത് എന്താ കാരണമെന്ന് കണ്ടെത്താൻ നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റോഡിലെ ഈ അപകടത്തെ പറ്റി നമ്മൾ നേരത്തെയും പ്രത്യേകിച്ച് ആലപ്പുഴ ആ ഒരു അപകടം ഉണ്ടായപ്പോൾ നമ്മൾ സംസാരിച്ചതാണ്. റോഡില് ഇപ്പൊ ഒരാൾ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ യാത്രയ്ക്കായിട്ട് ഒരാൾ റോഡിൽ ഇറങ്ങിയാൽ തിരിച്ചെത്തിയാൽ അത് ഒരു ഭാഗ്യം എന്ന് കരുതാം എന്ന തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കണം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യും കണക്കുമില്ലാത്ത രീതിയിൽ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു അപകടകരമായ വളവാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ഒരു അപകടം നടന്ന സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഒരു അപകടകരമായ ഭയങ്കര വലിയൊരു നാട്ടുകാർ ഒരുപാട് പരാതി ഉന്നയിച്ചിട്ടുള്ള ഒരു വളവ് തന്നെയാണ്. അതായത് 3 വർഷത്തിനിടെ ചെറുതും വലുതുമായ 120-ലേറെ അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. മാത്രമല്ല 12-ലേറെ മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കരിമ്പ പനയംപാടം വളവ്, അങ്ങനെയാ ഇത് അറിയപ്പെടുന്നത്. സ്ഥലത്തിന്റെ പേരതാണ്. ഒട്ടേറെ സമരങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രതിരോധവും നാട്ടുകാരുടെ ഉപരോധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. നാട്ടുകാർ നിരന്തരം ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിന്റെ അപകടാവസ്ഥയെ പറ്റി പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ യാതൊരു രീതിയിലുള്ള ഫലപ്രദമായ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന ആരോപണം കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഉന്നയിച്ചതാണ്. ഈ റോഡിന്റെ മിനുസമാണ് വില്ലൻ എന്ന് കരുതി, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലെത്തി അധികൃതർ റോഡ് മാന്തി വരകളിട്ടു, മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു, അങ്ങനെ കുറച്ച് നടപടികളൊക്കെ സ്വീകരിച്ചു എന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്നലെ അപകടത്തോടെ നാട്ടുകാർ മണിക്കൂറുകളോളമാണ് റോഡ് ഉപരോധിച്ചത്, നമ്മൾ കണ്ടത്. അപ്പൊ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്ന അധികൃതർ ഉറപ്പ് നൽകിയെന്ന് തുടർന്നാണ് പ്രതിഷേധം പിൻവലിച്ചത്. അതെ. അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തെ പറ്റി കഴിഞ്ഞ ദിവസം പുറത്തു വന്നെയാണ്. ഈ ഒരു വളവിനെ പറ്റി നിയമസഭയില് 2022 അന്ന് സ്ഥല MLA ആയിരുന്ന S ശാന്തകുമാരി കേരള നിയമസഭയിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്, ഈ റോഡിന്റെ അപകടാവസ്ഥയെ പറ്റി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സൂചിപ്പിച്ചിരുന്നു. അന്ന് മുട്ടാപ്പോക്ക് നിരത്തിയ അന്നത്തെ സർക്കാർ 2022 ആരാന്ന് ഓർക്കുന്നില്ല. പക്ഷെ അന്നത്തെ സർക്കാർ വേണ്ട രീതിയിൽ അതിനെ പരിഗണിച്ചില്ല. സർക്കാരിന് ഒരു ദേശീയപാത അതോറിറ്റിക്ക് ആവർത്തിക്കുന്ന ദുരന്തങ്ങളിൽ തുല്യ ഉത്തരവാദിത്വം 2 കൂട്ടർക്കും ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാം. കാരണം ഇത് നിയമസഭയിൽ വരെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഒരു വളവിന്റെ അപകടാവസ്ഥയെ പറ്റി. എന്നിട്ട് അന്ന് നല്ല രീതിയിലൊരു നടപടി എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ 2022 കോങ്ങാട് MLA S ശാന്തകുമാരി ഈ ഒരു അപകടാവസ്ഥയെ പറ്റി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ആവർത്തിക്കുന്ന അപകടങ്ങളുടെ കാരണങ്ങളും മരണക്കണക്കും മാത്രമല്ല, അപകടം തകർത്ത് കളഞ്ഞ മനുഷ്യരെ കുറിച്ചും MLA എന്ന നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷെ എന്താ അന്ന് പറഞ്ഞിട്ട് അത് വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു നടപടി എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് നാട്ടുകാർ കഴിഞ്ഞ ദിവസം എന്ത് പ്രതിരോധമായിരുന്നു നാട്ടുകാർ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയത്, ആരോപണങ്ങൾ പ്രതിഷേധം നടത്തിയത്. വേണ്ട നടപടി അധികാരികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട വിഷയമായിട്ട് പോലും വേണ്ട രീതിയിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.
അപ്പോ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? ഈ ഒരു വിഷയം ഈ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട വിഷയമാണ് എന്ന് ഗതാഗത മന്ത്രിയോട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് തന്നോട് പറഞ്ഞിട്ടില്ല, തന്റെ മുന്നിൽ അത് പരാതിയായിട്ട് എത്തിയിട്ടില്ല എന്നൊരു പ്രതികരണമായിരുന്നു മന്ത്രി നടത്തിയത്. ശരിയായിരിക്കാം, അദ്ദേഹം ഇപ്പോഴല്ലേ മന്ത്രിയായത്, അത് ശരിയാണ്, അദ്ദേഹത്തിന് മുന്നിൽ പരാതി എത്തിയിട്ടില്ല. പക്ഷെ അന്നത്തെ സർക്കാരിന് മുന്നിൽ ഈ പരാതി എത്തിയതായിരുന്നു. എന്തായാലും ഈ അപകടത്തെ പറ്റി ഇപ്പോ ഗതാഗത മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്, റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ട് എന്ന പരാതി കിട്ടിയിട്ടുണ്ട്, ഇത് വിശദമായിട്ട് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി റോഡുകൾ നിർമ്മിക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് എന്നൊരു വിമർശനം മന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തെ പറ്റി വിശദ പരിശോധന നടത്തിയ ശേഷം പാലക്കാട്ടെ DTCയും RTOയും റിപ്പോർട്ട് സമർപ്പിക്കും. വിഷയം ആഴത്തിൽ പഠിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കും എന്നതടക്കമുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അപകടം വന്നിട്ട് നടപടി സ്വീകരിക്കുന്നതിനെക്കാട്ടി നല്ലത് അപകടം വരാതിരിക്കാൻ നോക്കാം എന്ന ഒരു കാര്യം മന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപകടം വരാതിരിക്കാൻ നോക്കാം, അതൊരു വാക്കായിട്ട് തന്നെ നിൽക്കും എന്ന് തോന്നുന്നു. റോഡിലെ ബ്ലൈൻഡഡ് സ്പോട്ടുകൾ കണ്ടെത്തേണ്ട ചുമതല മോട്ടോർ വാഹന വകുപ്പിനാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ബ്ലൈൻഡഡ് സ്പോട്ടുകൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങളിൽ ബ്ലൈൻഡഡ് സ്പോട്ടുകൾ ഉണ്ട്. അപ്പൊ അത് കണ്ടെത്തി അത് പരിഹരിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഒരു പ്രതികരണം. മാത്രമല്ല ഈ ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട്, ആ മീറ്റിംഗിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ ഒരു ബ്ലൈൻഡഡ് സ്പോട്ടിന്റെ പട്ടിക തരാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അപകടമുണ്ടായ റോഡിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. റോഡ് നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് പ്രത്യേകം രൂപകൽപ്പന ഒന്നുമില്ല എന്നത് ഗൗരവകരമാണ് എന്ന ഒരു പ്രതികരണവും മന്ത്രി നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോ എന്തായാലും അപകടം സംഭവിച്ചപ്പോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഈ ഗതാഗത മന്ത്രി എങ്കിലും ആ ഈ ഒരു അപകടകരമായ വളവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതിയിൽ ഒരു നടപടി എടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സംഭവമായിട്ട് ബന്ധപ്പെട്ട് RTO, പോലീസ് ഡ്രൈവർ, ഇവരുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും RTO പറയുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അതായത് ഈ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായ ലോറിയിൽ അമിത ലോഡ്, ഇതിപ്പോ സിമന്റ് കയറ്റി വന്ന ഒരു ലോറിയാണ്. അപ്പോ അത്രയും സിമന്റിന്റെ ആ ഒരു കട്ടി, അതിന്റെ ആ ലോറി ഫുൾ സിമന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കട്ടി, വ്യാപ്തി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അത് അമിത ലോഡ് അല്ലായിരുന്നു എന്ന് MVD കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ടയറിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ നമ്മൾ ഒരു അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ അന്വേഷിക്കുമല്ലോ. അപ്പൊ ടയറിനും യാതൊരു പ്രശ്നവും ഇല്ല. റോഡിന്റെ ചെറിയൊരു ഭാഗത്ത് ടേണിങ്ങിന് പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ച് ഹ്രസ്വകാലത്ത് പൂർത്തീകരിക്കാവുന്ന പണികൾ ചെയ്തിരുന്നു, ഗ്രിപ്പ് ഉണ്ടാവുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് MVD നൽകുന്നത്. മഴയിൽ വീണ്ടും ഗ്രിപ്പ് നഷ്ടപ്പെട്ടതാണോ അപകട കാരണമായത്, മറ്റുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അത് ഒരു വ്യക്തത വരുത്തി വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ കാരണം, നീ ഡ്രൈവർ മദ്യപിച്ചതാണോ, ഉറങ്ങിയതാണോ, അല്ലെങ്കിൽ സൈഡ് കൊടുത്തപ്പോ സംഭവിച്ചതാണോ, അതോ നേരിട്ട് വന്ന് ഇടിച്ചപ്പോ മറിഞ്ഞതാണോ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ അപകട കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് RTO അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു എതിരെ വന്ന വാഹനത്തിനെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. അശ്രദ്ധമായ അമിത വേഗത്തിലും വന്നു എന്നതടക്കമുള്ള FIR ഇട്ടാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ല, റോഡിൽ തെന്നലുണ്ടായിരുന്നു, ചാറ്റൽ മഴയുണ്ടായിരുന്നു, റോഡിലെ തെന്നൽ കാരണം വാഹനം നിയന്ത്രിക്കാനായില്ല എന്നതടക്കമുള്ള മൊഴിയാണ് ഡ്രൈവർ നൽകിയിരിക്കുന്നത്. അപ്പോ ഡ്രൈവറുടെ മൊഴി ഇങ്ങനെയാണ്. പോലീസ് പറയുന്നത് ഇതേ കാരണങ്ങൾ തന്നെയാണ്. എന്തായാലും ഒരു യഥാർത്ഥ കാരണത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പരിശോധന കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ യഥാർത്ഥ കാരണം എന്താണ് എന്നതിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. നമ്മുടെ കളർകോട് ഉണ്ടായ വാഹന അപകടത്തില് 6 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. അപ്പൊ ആ അപകടം ഉണ്ടായപ്പോഴും ഈ പറയുന്ന അതേ ഹൈഡ്രോപ്ലെയിനിങ് സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിടയ്ക്ക് അപകടം കൂടെയായിരുന്നു. ആ സംഭവം വാഹനത്തിന്റെ പഴക്കം, ഓവർലോഡിങ്, കാലാവസ്ഥ, റോഡിലെ ജലപാളികളുടെ അംശം തുടങ്ങിയവയൊക്കെയായിരുന്നു അപകടത്തിന് വഴിവെച്ചിരുന്നത്. അപ്പോ ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് RTO വ്യക്തമാക്കിയിരുന്നത്. കളർകോട് അപകടത്തിൽ പക്ഷെ അമിത വേഗതയ്ക്കുള്ള സാധ്യത കാണുന്നില്ല. പക്ഷെ അപകടത്തിന് കാരണമായ പ്രധാന ഘടകം എന്ന് പറയുന്നത് മഴ തന്നെയായിരുന്നു. ഇപ്പൊ കാറ് തെന്നി മാറാൻ ഇടയാക്കിയത് ഈ മഴ മൂലമാണെന്ന് പറയുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിട്ട് ഏകദേശം 5 മാസം എങ്ങാണ്ടേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അത് ഡ്രൈവറുടെ പരിചയക്കുറവും ആ അപകടത്തിന് കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും മഴയാണ് രണ്ടിടത്തും ഒരു വില്ലനായിട്ട് മഴ നിൽക്കുന്നുണ്ട്. മഴ കാരണം ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകള്, തെന്നല്, കാണാതാവുന്ന അവസ്ഥ, രണ്ട് അപകടങ്ങളിലും മഴ ഒരു വില്ലനായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രദേശത്ത് വെളിച്ചക്കുറവും ഒരു പ്രശ്നം നിലനിന്നിരുന്നു. അപ്പൊ റോഡിന് സമീപം ഒരു കൂറ്റം മരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മഴ നിന്നാലും മരത്ത് നിന്ന് വെള്ളം പെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് റോഡിൽ ജലപാളികൾ സൃഷ്ടിക്കുകയും ഹൈഡ്രോപ്ലെയിനിങ് അതിനൊക്കെ കാരണമാവുകയും ചെയ്യും. ഇത് ബ്രേക്കിന്റെ ശരിയായ എഫക്റ്റിനെ ബാധിക്കുമ്പോഴാണ് ഈ സ്കിഡിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും അപകടത്തിന് വഴിവെക്കുന്നതും. അപ്പോ ഈ പറഞ്ഞ കണക്ക് എന്തുവാ, ഈ ഹൈഡ്രോപ്ലെയിനിങ് സംഭവം അല്ലെങ്കിൽ ആ ഒരു അപകടം ഉണ്ടാകാതെ നമുക്ക് അങ്ങനെ പ്രതിരോധിക്കാം എന്ന കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ റോഡും ടയറുമായിട്ടുള്ള സമ്പർക്കം വേർപെടുന്നതോടെയാണ് കൂടെ ബ്രേക്കിങ്ങിന്റെയും ആക്സിലേറ്ററിന്റെയും സ്റ്റിയറിംഗിന്റെയും പ്രവർത്തനം നിയന്ത്രണാതീതമാവും. അപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടപ്പെടും. ഇതോടെ വാഹനം തെന്നിമറി. അപ്പൊ വാഹനത്തിന്റെ വേഗത വർദ്ധിക്കുന്നത് ഹൈഡ്രോപ്ലെയിനിന്റെ സാധ്യത ഉയർത്തും. അപ്പോ ടയറിന്റെ തേയ്മാനം മൂലം സ്പിൽവേയുടെ കട്ടി കുറയുന്നതോടെ ഈ പമ്പിംഗ് കപ്പാസിറ്റിയും കുറയും. അപ്പൊ ഇത് ഹൈഡ്രോപ്ലെയിനിങ്ങിന് കാരണമാകുന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഹൈഡ്രോപ്ലെയിനിങ് ഉണ്ടാകുന്നതിൽ വാഹനത്തിന്റെ വേഗത ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട്. ഭാരം കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രോപ്ലെയിനിങ് കുറയും. അപ്പൊ ഈ റാഡ് പ്രതലത്തിന്റെ സ്വഭാവം, മിനുസം, ഓയിലിന്റെ സാന്നിധ്യം എന്താ പറയാ ആ പ്ലെയിനിങ്ങിന്റെ വർദ്ധിപ്പിക്കും. അപ്പൊ ഹൈഡ്രോപ്ലെയിനിങ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുമെന്ന് തോന്നിയാൽ ആക്സിലേറ്ററിൽ നിന്ന് ആദ്യം കാൽ മാറ്റേണ്ടതാണ്. ഈ സഡൻ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിനൊപ്പം സ്റ്റിയറിംഗിന്റെ പ്രവർത്തനവും നിയന്ത്രണത്തിലാക്കണം. ഹൈഡ്രോപ്ലെയിനിങ് തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിലൂടെ വേഗത നിയന്ത്രിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇതിനോടൊപ്പം തേയ്മാനം സംഭവിച്ച ടയറുകൾ മഴക്കാലത്ത് ഒഴിവാക്കുന്നതും ഹൈഡ്രോപ്ലെയിനിങ്ങിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചെറുതല്ലാത്ത ഒരു വലിയ വില്ലൻ തന്നെയാണ് ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചർച്ചയിൽ നമ്മൾ കൂടുതൽ നോക്കിയതും ഹൈഡ്രോപ്ലെയിനിങ് എന്താണെന്നാണ്. അപ്പോ മഴ നനഞ്ഞു കിടക്കുന്ന നിരത്തുകളിൽ അമിത വേഗത പാടില്ല എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. ഈ നഷ്ടപ്പെടാൻ, അതായത് വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് നേരത്തെ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് റോഡില് വാഹനവുമായിട്ട് ഇറങ്ങുമ്പോൾ വില്ലനാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അല്ല, ഏറ്റവും വലിയ വില്ലൻ ഈ അമിത വേഗത തന്നെയാണ്. അപ്പോ ആ ലോറി കുറച്ചുകൂടി വേഗത കുറച്ച് വന്നിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു രീതിയിലേക്ക് പോകില്ലായിരുന്നു. ഞാൻ റോഡിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോ ഈ ലോറി ആയാലും പിന്നെ കുറച്ച് KSRTC ബസ് ആയാലും പോട്ടെ, ഒട്ടുമിക്ക വാഹനങ്ങളും ഒരു നിയന്ത്രണവും ഇല്ലാത്ത വേഗത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഭയങ്കര അമിത സ്പീഡിൽ പോകുന്ന വാഹനങ്ങളുണ്ട്, അല്ലെ? തോന്നിയില്ലേ? ഇന്നലെ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുട്ടിയുടെ പോകുന്നതിന്റെ തൊട്ടുപിറകെ ഭയങ്കര സ്പീഡിലാണ് ഈ ലോറി പോകുന്നത്. ഒരല്പം ഒരു സ്പീഡ് കുറച്ച് പോയിരുന്നുവെങ്കിൽ ഇത്ര വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് നയിക്കപ്പെടില്ലായിരുന്നു എന്നാണ് എന്റെ അനുമാനം. അപ്പോ അമിത വേഗത, അത് തീർച്ചയായിട്ടും റോഡിലിറങ്ങി അമിത വേഗത കാണിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ആദ്യം അതെങ്കിലും നമ്മൾ ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെങ്കിലും അമിത വേഗതയോടെ വാഹനം ഓടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഹൈഡ്രോപ്ലെയിനിങ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേഗത കുറയ്ക്കുക. വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ. അപ്പോ അമിത വേഗത എങ്ങനെയാണ് അപകടം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിരുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് നമുക്ക് ഇക്കഴിഞ്ഞ ഈ അപകടങ്ങളിൽ മരിച്ചത്. ഈ നാളത്തെ അല്ലെങ്കിൽ നാളത്തെ കുട്ടികളെന്നല്ല, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഒക്കെ ജീവനാണ് നിരത്തിൽ പൊലിഞ്ഞത്. ഓരോ മനുഷ്യന്റെ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നിരത്തുകളിൽ ഈ മഴ സമയത്ത് അതീവ ജാഗ്രത പാലിക്കണം. വേഗത കുറച്ച് കരുതലോടെയുള്ള യാത്ര നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിയുള്ള ബന്ധങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നതാണ്.